സുപ്രീം കോടതി സംസ്ഥാന സർക്കാർ ഇടപെടാതെയുള്ള സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാന സർക്കാർ ഇതിൽ നേരിട്ട് അന്വേഷണം നടത്തേണ്ടതില്ല. അവർ നേരത്തെ ചെയ്ത അന്വേഷണങ്ങൾ മതിയായതല്ല. അതിനാൽ നിഷ്പക്ഷമായ അന്വേഷണം അനിവാര്യമാണ്. കരൂർ അപകടത്തിൽ സുപ്രീം കോടതിയിൽ വിജയ് പാർട്ടിയായ ടി.വി.കെക്ക് അനുകൂലമായ ഒരു വിധി വന്നിരിക്കുകയാണ്. സിബിഐയുടെ കീഴിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും ഈ എസ്.ഐ.ടിയുടെ മേൽനോട്ടം സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി നിർവഹിക്കുകയും അവരുടെ കീഴിൽ 2 IPS ഓഫീസർമാർ ഉണ്ടായിരിക്കുകയും ഇവർ തമിഴ്നാട്ടുകാരല്ലാതിരിക്കുകയും വേണം. ഇങ്ങനെ നിരവധി നിബന്ധനകൾ കോർട്ട് മുന്നോട്ട് വെച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തീ പാർന്ന് ചൂടുള്ള വാർത്തയായിട്ടാണ് കരൂരിലെ അപകടം മാറിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള സുപ്രീം കോടതി വിധിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സുപ്രീം കോടതിയിൽ ഇതുവരെ തമിഴ്നാട് സർക്കാർ ഇതിൽ നടത്തിയ അന്വേഷണത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ടി.വി.കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കരൂരിൽ നടന്ന അപകടത്തിന് ശേഷം തമിഴ്നാട്ടിൽ 2 അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഒന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച അരുണ ജഗദീഷ് മേൽനോട്ടത്തിൽ ഏകാംഗ കമ്മീഷനും മറ്റൊന്ന് മദ്രാസ് ഹൈക്കോടതി രൂപീകരിച്ച തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും. ഒരു വലിയ ദുരന്തം നടന്നപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി പരസ്പരം കുറ്റം ചുമത്തലാണ് തമിഴ്നാട്ടിൽ നടന്നത്. പക്ഷേ സത്യാവസ്ഥ കണ്ടെത്താൻ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട്. മരണപ്പെട്ടവരുടെ കുടുംബം സിബിഐ അന്വേഷണം വേണമെന്ന് ഹർജി നൽകിയിരുന്നു. അതോടൊപ്പം വിജയ് പാർട്ടിയായ ടി.വി.കെ എസ്.ഐ.ടി അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി ഇത് രണ്ടും ചേർത്ത് പരിഗണിച്ച് സിബിഐ അന്വേഷണത്തോടൊപ്പം എസ്.ഐ.ടി മേൽനോട്ടവും വേണമെന്ന് ഉത്തരവിട്ടു. ഇത് ഇന്റീരിയം ഓർഡർ മാത്രമാണ്, അതായത് താൽക്കാലിക വിധി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോർട്ട് മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. സുപ്രീം കോടതിയുടെ മുഖ്യ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചത്. കൂടാതെ ഈ കേസിന് ഒരു പൊളിറ്റിക്കൽ അണ്ടർടോൺ ഉള്ളതും സംഭവത്തിന്റെ ഗൗരവം പരിഗണിക്കാതെ തമിഴ്നാട് പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങളോട് പറഞ്ഞ പ്രസ്താവനകൾ ജനങ്ങളുടെ മനസ്സിൽ അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെക്കുറിച്ച് സംശയം സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരൊറ്റ രാത്രിക്കുള്ളിൽ ഇത്രയും പോസ്റ്റ്മോർട്ടം ചെയ്തു തീർക്കും? അതുപോലെ കരൂരിൽ നടന്ന സംഭവം മധുരൈ ബെഞ്ചിലാണ് പരിഗണിക്കേണ്ടത്. പക്ഷെ അതെന്തുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോയത്? കൂടാതെ ഈ കേസ് ആദ്യം SOP, അതായത് കൂട്ടം കൂടുന്നതിനെ കുറിച്ചുള്ള ഒരു കേസായിരുന്നു. പിന്നീട് ഇത് എങ്ങനെ ക്രിമിനൽ കേസായി മാറി എന്നുകൂടി വിശദീകരിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അതേസമയം ഭരണപാർട്ടിയായ DMK പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഗൗരവന്മാരാണ്, CBI അന്വേഷണം ആവശ്യമില്ല എന്നാണ്. പക്ഷേ വിജയ് പാർട്ടിയായ ടി.വി.കെയുടെ നിലപാട് ഈ നടന്ന ദുരന്തത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. നിരവധി മനസ്സിലാകാത്ത കാര്യങ്ങളും വ്യത്യാസങ്ങളുമാണ് ഈ ദുരന്തത്തിൽ കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് പൊതുപ്രസ്താവന നൽകിയ ഈ സമ്മേളനം നടക്കാൻ അനുമതി നൽകിയ അതേ പോലീസ് തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ അത് എത്രത്തോളം ന്യായമായതും നിഷ്പക്ഷമായ അന്വേഷണവുമായി മാറുമെന്നാണ് ടി.വി.കെ ചോദിക്കുന്നത്. ഈ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വിജയ് പാർട്ടിയായ ടി.വി.കെ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളും പെറ്റീഷൻ നൽകിയിരുന്നു. സുപ്രീം കോടതി എല്ലാ ഹർജികളും ചേർത്തു പരിഗണിച്ചു. എല്ലാവരുടെയും പ്രധാന വാദം തമിഴ്നാട് സർക്കാരിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നായിരുന്നു. അതുകൊണ്ട് സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണമെന്നും അതിന് സുപ്രീം കോടതി തന്നെ മേൽനോട്ടം നയിക്കണമെന്നുമാണ് പറഞ്ഞത്. സുപ്രീം കോടതി വിജയ് പാർട്ടിയായ ടി.വി.കെ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാനും അതോടൊപ്പം തന്നെ CBI അന്വേഷണം നടത്താനും ഒരു താൽക്കാലിക വിധി പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി ഇതുകൂടി വ്യക്തമാക്കി. ഇതുവരെ നടന്ന അന്വേഷണങ്ങളും ഹർജികളും പരിഗണിച്ചാണ് ഈ താൽക്കാലിക തീരുമാനമെടുത്തിരിക്കുന്നത്. കോടതിയുടെ നടപടി ഇനി മുന്നോട്ട് പോകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഫൈനൽ ജഡ്ജ്മെന്റ് പിന്നീട് പ്രഖ്യാപിക്കും. കേസ് CBIക്ക് കൈമാറുകയും അതിനോടൊപ്പം ഒരു സൂപ്പർവൈസ് കമ്മിറ്റി രൂപീകരിക്കുകയും അതിലൊരു മുൻ സുപ്രീം കോടതി ജഡ്ജിയും 2 IPS ഓഫീസർമാരെയും ഉൾപ്പെടുത്തും. CBI അന്വേഷണം നടത്തി പൂർത്തിയാക്കുന്ന റിപ്പോർട്ടുകൾ ഓരോ മാസവും SITക്ക് സമർപ്പിക്കണം. SIT ആ റിപ്പോർട്ടുകളെ ആസ്പദമാക്കി അന്വേഷണം സമഗ്രമായ രീതിയിൽ എല്ലാ നടപടികളും ശരിയായ രീതിയിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും വേണം. ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങൾ പരിഗണിച്ചാണ് ഈ താൽക്കാലിക വിധി. അത് എന്തുകൊണ്ടെന്നാൽ ഈ കേസ് കൊടുത്തതിൽ തന്നെ പല സംശയങ്ങളുമുണ്ട്. കേസ് കൊടുത്തവർ ഈ കേസ് അവർ കൊടുത്തതല്ലെന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാകാതെ ആരോ പറഞ്ഞത് കേട്ട് ഒപ്പിട്ട് കൊടുത്തതാണെന്നൊക്കെ പറയുന്നു. ജനങ്ങൾക്ക് വീണ്ടും സിസ്റ്റത്തിൽ വിശ്വാസം വരുത്തണം. അതിനു വേണ്ടിയാണ് CBIയിലേക്ക് അന്വേഷണം മാറ്റി നൽകിയതെന്നും നിഷ്പക്ഷവും ന്യായവുമായ അന്വേഷണം നടത്തുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വിജയ് പാർട്ടിയായ ടി.വി.കെക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു ബ്രീത്തിങ് സ്പേസ് ഈ വിധി നൽകിയിട്ടുണ്ട്. കരൂരിലെ ഈ ദുരന്തത്തെ ആസ്പദമാക്കിയുള്ള അന്വേഷണത്തിൽ
കേസ് ആരന്വേഷിക്കണം എന്നതിൽ തന്നെ ഇത്രത്തോളം കൺഫ്യൂഷനുകളുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ വിധിയാണ് ഈ കേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ സാധിക്കുക. സാധാരണ 6 മുതൽ 7 മാസം വരെയാണ് CBIയുടെ അന്വേഷണത്തിന് ടൈം ലൈൻ എന്ന് പറയുന്നത്. എന്തായാലും ഇതിനുള്ളിൽ അടുത്ത് വരാനിരിക്കുന്ന തമിഴ്നാട് ഇലക്ഷൻ നടന്നു തീർന്നിരിക്കും. അതിനുശേഷമേ കരൂർ ദുരന്തത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വ്യക്തത പുറത്തു വരികയുള്ളൂ.